ഗൈസ്, ഞാൻ ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് കുറേ ഡൗട്ട് ഉണ്ട്. അതൊക്കെ എവിടെ നിന്നാണ് മേടിക്കണം, എന്താണ് പേര്, ഇത്രയോ റേറ്റ് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാനിപ്പോൾ തൃശ്ശൂർ ഫെജിയിലേക്കാണ് ഇതൊക്കെ മേടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ബസ്സിലാണ് പോണത്. ബസ്സിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ ഈ ഫെജിയിലേക്ക്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പുത്തൻപള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫെജിയുടെ ലൊക്കേഷൻ. ഇവർക്ക് 2 ഷോപ്പുണ്ട്, ഫെജിയും പിന്നെ വർഗീസും. വർഗീസിലാണ് നമുക്കിങ്ങനെ മാല ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടുക. ഫെജിയിലുണ്ട്. ഫെജിനെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ നിന്നാണ് കൂടുതൽ കിട്ടുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് വർഗീസിൽ നിന്ന് കിട്ടിയിട്ട് നമ്മളൊക്കെ ബില്ലടിച്ചിട്ട് ഫെജിയിലേക്കൊന്നും കയറാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അവിടെ വെറുതെ ഒന്ന് ചുറ്റി കാണാൻ തന്നെ അത്യാവശ്യമുണ്ട് കേട്ടോ. ക്രാഫ്റ്റിൻ്റെ A to Z എല്ലാ സാധനവും നമുക്ക് ഫെജിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഡ്രസ്സ് വയ്ക്കുന്ന കട്ടിങ്സാണ്. പിന്നെ എല്ലാ തരം സ്റ്റോൺസും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഡ്രസ്സ് വയ്ക്കുന്ന ലേസുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് ഫെജിയിൽ ഇത്തിരി തിരക്ക് കുറവായിരുന്നു. വർഗീസിലായിരുന്നു നല്ല തിരക്ക്. ബില്ലടിച്ച് കിട്ടാൻ തന്നെ നല്ല സമയമെടുത്തു. ഫെജി നല്ല സ്പേഷ്യസ് കേട്ടോ. അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. ഇനി മുകളിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനേ തോന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസും പിന്നെ ഡെക്കർ ഐറ്റംസും ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനേ തോന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. പിന്നെ എന്ത് സാധനം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ എല്ലാം എടുക്കാൻ തോന്നും. അതുപോലത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ അടുത്ത് ചേച്ചിമാർ പെട്ടെന്ന് സാധനങ്ങൾ എടുത്തായിരുന്നു. നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാം നോക്കി വന്നപ്പോൾ ഒരു ടൈമായി. എന്നിട്ട് നമ്മൾ വേഗം തന്നെ ശക്തനിൽ പോയിട്ട് ബസ് കയറിയിട്ടാ. ഉച്ച ടൈമായതുകൊണ്ട് ബസ്സിൽ തീരെ തിരക്കുണ്ടായില്ലേ. നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. പോണ വഴി ഫുള്ള് റോഡ് പണിയായാലും ഇന്നധികം ബ്ലോക്കൊന്നും ഇല്ലാണ്ട് സ്പീഡിൽ തന്നെ വീട്ടിലെത്താൻ പറ്റിയിട്ടാ. ഇടയിൽ വെച്ച് നമ്മുടെ ശങ്കിനും കിട്ടിയോളൂ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറയായിരുന്നു. പിന്നെ ചൂടൊക്കെ ഇല്ല, ഒരു സ്പ്രൈറ്റ് മേടിച്ചാൽ കടയിലത്തെ ചേച്ചി കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ നമുക്ക് മേടിച്ച സാധനങ്ങളൊന്നും കണ്ടാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. കുന്തൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഷീറ്റിന് വെറും 4 രൂപയല്ലോ കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ ഞാൻ 2 ഷീറ്റ് മേടിച്ചു. അടുത്തെന്ന് പറയുന്നത് ഈ ഗ്ലൂ ആണ്. ഞാൻ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കാറ്. അതാകുമ്പോൾ നമ്മുടെ കൈമേലൊക്കെ ഒട്ടിയുണ്ടെങ്കിൽ നല്ല ഡേഞ്ചറാണ്. നമ്മൾ അത്രയും സൂക്ഷിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഏറ്റവും നല്ലത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് B7000ൻ്റെ ഈ ഗമ്മാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. എത്രയോ 100 തോന്നുന്നുണ്ട് കേട്ടോ. 100 രൂപ തോന്നുന്നുണ്ട് ഇതിന്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് ഈ സംഭവം. ഇതാണ് ഗിയർ വയർ. ഇതിന് 40 രൂപയുള്ളൂ കേട്ടോ. കുറേ ഉണ്ടാവും ഇതിലൊരു അത്യാവശ്യം മീറ്റർ ഉണ്ടാവും. നമുക്കൊരു 10-20 മാലൊക്കെ ഉണ്ടാക്കാനുള്ള വയറുണ്ട് കേട്ടോ. അതിന് 40 രൂപയുള്ളൂ. ഇതാണ് പിന്നെ ഗിയർ ലോക്ക് ബീഡ്സ്. ഇതിനൊരു പാക്കറ്റിന് 10 രൂപയുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം ബീഡ്സ് കേട്ടോ. ഇത് നമ്മൾ കമ്മലിൻ്റെ ബാക്കിൽ വയ്ക്കാനുള്ള സ്റ്റഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ വട്ടക്കണ്ണികൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വലിയ വട്ടക്കണ്ണി. ഇത് മാലയുടെ ഒക്കെ ലാസ്റ്റ് ഈ കുളത്തിടാനുള്ള കണ്ണികളാണ്. അടുത്തൊരു കുങ്കുരൊക്കെ തൂക്കിയിടാനുള്ള ഈ സംഭവമാണ്. ഇത് നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോഴും ആവശ്യം വരും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കുങ്കുരു, റെഡ് കുങ്കുരു മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാല ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ലോക്കറ്റ്സും കുറച്ച് സ്റ്റോൺസും മേടിച്ചിട്ടുണ്ട്. വെറുതെ ഉള്ള മാലകൾക്കൊക്കെ നല്ല റേറ്റ്. ഈ ലോക്കറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് തന്നെ 30 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാല മേടിക്കുമ്പോൾ അതിൽ അത്യാവശ്യം ഒരു 5 ലോക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മേക്കിംഗ് ചാർജൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇത്ര ഒരു റേറ്റ് വരുന്നത് മാലയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി കുറച്ച് സീരീസ് പോലെയാണ് ഇൻവിസിബിൾ ചെയിൻ്റെ വീഡിയോസ് ഇടാനാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.